റാവീസ് IAS കോച്ചിങ് സർക്കിളിലെ വിദ്യാർത്ഥികൾ പ്രതിഷേധത്തിൽ അവിടെ 3 വിദ്യാർത്ഥികൾ മരിച്ചതിലുള്ള പ്രതിഷേധമാണെന്ന് വിനീത വിജി റിപ്പോർട്ട് ചെയ്യുന്നു. വിനീത തത്സമയം ചേരുന്നു ഡൽഹിയിൽ നിന്ന്. വിനീത, വിശദാംശങ്ങൾ. ഇപ്പോൾ പ്രതിഷേധം നടക്കുകയാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. എന്തൊക്കെയാണ് വിവരങ്ങൾ? തീർച്ചയായും എസ്കെൻ, പ്രതിഷേധം നടക്കുകയാണ്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്ന പോലെ തന്നെ വിദ്യാർത്ഥികൾ നിലത്ത് കുത്തിയിരുന്നു കൊണ്ടാണ് അവർ പ്രതിഷേധം നടത്തുന്നത്. ഒപ്പം തന്നെ ഇന്നലത്തെ അപകടത്തിൽ മരിച്ച വിദ്യാർത്ഥികളുടെ ഫോട്ടോ അവരിവിടെ വച്ചിട്ടുണ്ട്. അതിൽ ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ടാണ് അവരുടെ ഒരു പ്രതിഷേധം വിദ്യാർത്ഥികൾ മുന്നോട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ പൂർണ്ണമായും സമാധാനപരമായിട്ടാണ് അവരുടെ ഒരു പ്രതിഷേധമായിട്ട് മുന്നോട്ട് അവർ പോകുന്നത്. आर रिक्वायरमेंट दी डिमांड्स जो हमने सरकार को रखी हैं, प्रशासन को रखी हैं, दे आर दैट कि whosoever was stuck in the basement, whosoever rescue was successful, and the casualties, their identification must be put up in the public domain. Compensation must be minimum 1 CR, because we had a word per student, hai na? Yeah, per student. Yesterday we had a word with the commissioner. He said we have sanctioned 10 lakhs. We are well aware of the fact that in the ORN such area, our expense goes up to വിജിയാണ് ഡൽഹിയിൽ നിന്നും റിപ്പോർട്ട് ചെയ്തത്. ഡൽഹിയിൽ അനധികൃതമായി പ്രവർത്തിക്കുന്ന ഒരുപാട് അപ്പാർട്ട്മെൻറ്റുകളിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്നു. തിരുവനന്തപുരത്ത് മരിച്ച നെവിൻ്റെ മാമൻ ഇപ്പോൾ ഡൽഹിയിലുണ്ട്. അദ്ദേഹം അല്പം മുമ്പ് നടത്തിയ പത്രസമ്മേളനത്തിൽ ബിനുരാജ് എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അദ്ദേഹം പറഞ്ഞത് ഈ അപ്പാർട്ട്മെൻറ്റുകൾക്കെതിരെ അതിശക്തമായ നടപടികൾ സ്വീകരിക്കണം. പ്രത്യേകിച്ച് ഡൽഹിയിൽ ഒരു കാലത്ത് വെള്ളക്കെട്ടോ അങ്ങനെയുള്ള വെള്ളപ്പൊക്കമൊന്നും ഉണ്ടാകാത്ത നഗരമായിരുന്നു. എന്നാൽ ഇന്ന് അവിടെ വെള്ളക്കെട്ടൊക്കെ സാധാരണ സംഭവമാണ്. അതുകൊണ്ട് ഈ അപ്പാർട്ട്മെൻറ്റുകളിലേക്കൊക്കെ വെള്ളം എരച്ചു കയറാനും ഇതുപോലുള്ള ആപൽ ഘട്ടങ്ങൾ ഉണ്ടാകാനും സാധ്യതയുള്ളത് കൊണ്ട് ഇത്തരം അനധികൃത കേന്ദ്രങ്ങൾ അടച്ചു പൂട്ടണം എന്നാണ് പറയുന്നത്. ഇപ്പം നമുക്കൊരു 3 കുട്ടികളെ നഷ്ടപ്പെട്ട് കഴിഞ്ഞല്ലോ. അപ്പോൾ ഇത്തരം സ്ഥാപനങ്ങൾ ജനശ്രദ്ധയിൽ കൊണ്ടുവരാൻ മാധ്യമപ്രവർത്തകരും സഹകരിക്കണമെന്നാണ് ഈ കുടുംബം ആവശ്യപ്പെടുന്നത്.